ദൈവിക പദ്ധതിയിൽപ്പെട്ടവനെ, ദൈവിക വാഗ്ദത്തമുള്ളവനെ നശിപ്പിക്കുവാൻ പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏതു വിധേനയും തളർത്തിക്കളയുവാൻ, തകർത്ത് കളയുവാൻ അവൻ പ്ലാൻ ചെയ്യും, പോരാടും. പക്ഷേ ദൈവിക പദ്ധതി ഉള്ളവനായതുകൊണ്ട് അവൻ തകരാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ആലോചന, നിങ്ങൾ ഇന്നു വരെ നിന്നതും ഇനി മുൻപോട്ട് പോകാൻ പോകുന്നതും ദൈവത്തിന്റെ പദ്ധതി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്നത്. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ യിരെമ്യാവിനോട് ദൈവം പറയുന്ന ഒരു ആലോചന കേട്ടോണം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ജനിക്കുന്നതിന് മുമ്പേ ഒരു മനുഷ്യനോട് പറയുകയാണ്, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, അറിഞ്ഞു. പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ വിശുദ്ധീകരിച്ചു, ഞാൻ നിയമിച്ചു. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരെയും പോലെ അല്ലല്ലോ. എന്തോ ഒരു ദൈവിക പദ്ധതി ഉള്ളവനായതുകൊണ്ടാണ് നേരത്തെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം നേരത്തെ കണ്ടവരെ പ്രശ്നമുണ്ടാക്കി തകർത്ത് കളയുവാൻ പിശാച് നോക്കും. അത് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നോക്കിക്കോ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും. നിന്നെ രക്ഷിപ്പാൻ യഹോവയായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കേട്ടോ, 1-ാമത്തെ അധ്യായം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിയമിച്ചിരിക്കുന്നു. നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ ഇടിക്കാനും പൊളിക്കാനും ഇനി പണിയാനും ഒക്കെ ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഒടുവിൽ ആ അധ്യായം അവസാനിക്കുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, നിന്നോട് യുദ്ധം ചെയ്യാനും പോരാടാനും തകർക്കാനും ആളുകൾ എഴുന്നേൽക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നീ നശിക്കയില്ല, നിന്നെ ജയിക്കയില്ല, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ദൈവിക പദ്ധതി. ദൈവിക പദ്ധതി ഉള്ളവരെ ജനിക്കുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു. പൗലോസ് പറയുന്ന കാര്യം എന്നറിയാമോ? ജനിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു, എന്റെ ജനനത്തിലെ ദൈവം എന്നെ വേർതിരിച്ചു, ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം എന്നെ നിയോഗിച്ചു. ഹല്ലേലൂയ. ഇതാണ് പൗലോസ് പറയുന്നത്. ജനനത്തിലെ എന്നെ വേർതിരിച്ച ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുവിൽ കണ്ടു. ഹല്ലേലൂയ. 139 സങ്കീർത്തനം 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ കണ്ടു. പിണ്ഡാകാരമായിരുന്നപ്പോൾ ദൈവം നിങ്ങളെ വേർതിരിക്കുകയാണ്. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴും ദൈവം തന്റെ പുസ്തകത്തിൽ നിങ്ങളെക്കുറിച്ച് കുറിച്ചു വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെക്കുറിച്ചുള്ളത് ശ്രേഷ്ഠമാണ്, അഗാധമാണ്, വലുതാണ്. അതിന്റെ അർത്ഥം, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അറിയുന്നതിന് മുമ്പേ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ, നിങ്ങളെ ജനിപ്പിക്കുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ കണ്ടിരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ജനിച്ച ശേഷമാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ കർത്താവിന്റെ കണ്ണ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം നേരത്തെ കണ്ട ദൈവത്തിന് ഇന്ന് നിങ്ങളെ കൈവിടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇന്ന് നിങ്ങളെക്കുറിച്ച് എത്ര വലിയ പദ്ധതി ഉണ്ട്, ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ദൈവിക പദ്ധതി ഉള്ളവരെ നശിപ്പിക്കാൻ പിശാച് പോരാടും. ഇപ്പൊ മോശ ദിവ്യസുന്ദരനായിരുന്നു. അവനെക്കുറിച്ച് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ വീണ്ടെടുപ്പുകാരനായിട്ട് ദൈവം കണ്ടവരാണ്. ഫറവോയുടെ കയ്യിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് വാഗ്ദത്ത കനാൻദേശത്ത് കൊണ്ട് സെറ്റിലാക്കണം. അവരെ കണ്ടു. പക്ഷേ അവന്റെ ജനന സമയത്ത് തന്നെ അവനെ നശിപ്പിക്കാനായിട്ട് പിശാച് പോരാടി. ഹല്ലേലൂയ. മോശയെ ജനനത്തിങ്കെ നശിപ്പിക്കാൻ പിശാച് പോരാടിയെങ്കിലും ദൈവം അവനെ അവിടെ നിന്ന് രക്ഷിക്കുന്ന കാഴ്ച നമ്മൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുന്നു. യേശു ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കുറിച്ച് കാണാതല്ലേ? യേശു ജനിക്കുന്ന സമയത്ത് ഹേരോദ അവനെ കൊല്ലുവാൻ അന്വേഷിക്കുകയാണ്. പല തരത്തിൽ പല വിധത്തിൽ നശിപ്പിച്ചു കളയാൻ പിശാച് പോരാടിയില്ലേ? പക്ഷേ അവന്റെ കയ്യിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ആമേൻ. ദൈവിക പദ്ധതിയുള്ള യോസെഫിനെ കൊല്ലാനായിട്ട് ഒത്തിരി തവണ ശ്രമം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ തകർത്ത് കളയാൻ പ്ലാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതിയിൽ നിന്നും ദൈവം എന്താ പറയുക അനുവദിച്ചില്ല. ദൈവിക പദ്ധതിയും ദൈവിക വാഗ്ദത്തവും അവനോട് പൂർത്തീകരിക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളെക്കുറിച്ചുള്ളത് കൊണ്ടാണ് ഈ പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങൾ ജീവിക്കുന്നു. ഇനി നിങ്ങൾ മുൻപോട്ട് പോകും. ദൈവത്തിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ നിങ്ങളെക്കുറിച്ചുണ്ട്.
എന്തൊക്കെയാണെന്ന് ദൈവം ഈ വഴിയിൽ ദൈവം പഠിപ്പിക്കും. ദൈവത്തോട് പിണങ്ങാതെയും ദൈവത്തെ പിണക്കാതെയും ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വഴി നടന്ന് മുൻപോട്ട് പോകുമ്പോൾ ദൈവം പഠിപ്പിച്ചു തരും. ഹല്ലേലൂയ. ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി നിയമിച്ചു വെച്ചിട്ടുണ്ട്. ചില പദ്ധതിയിലൂടെ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെതിരെ ആരൊക്കെ പ്രവർത്തിച്ചാലും ആരൊക്കെ പോരാടിയാലും അത് നടക്കില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-17 വാക്യത്തിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ലെന്നും ന്യായവിസ്താരത്തിൽ നിനക്കെതിരെ നിൽക്കുന്നവരെ നീ കുറ്റം വിധിക്കുമെന്നും നീ അവരെ ജയിക്കുമെന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിനക്കൊരു ജയം വെച്ചിട്ടുണ്ട്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അത് നിങ്ങളുടെ അഭിവൃദ്ധിക്കും ഭാവിക്കുമെതിരെ മന്ത്രവാദം ചെയ്താലും ആഭിചാരം ചെയ്താലും ക്ഷുദ്രം ചെയ്താലും നിങ്ങൾ ദൈവിക പദ്ധതി ഉള്ളവനായതുകൊണ്ടും ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടും ആ ശക്തികൾക്കൊന്നും നിങ്ങളെ തൊടാൻ പറ്റുക. അത് നിങ്ങൾക്കെതിരെ ചെയ്യുന്നവന്റെ അടുക്കൽ തിരിച്ചു പോവുകയല്ലാതെ നിങ്ങളെ തൊടുകയില്ല. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. കാരണം നിങ്ങൾ യേശുവിന്റെ മകനാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ രാജ്യത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. ദൈവരാജ്യത്തിലുള്ളവനെ മന്ത്രവാദത്തിന് തൊടാൻ പറ്റുകയില്ല. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ലക്ഷണവിദ്യ യാക്കോബിന് ഏശുകയില്ല. നാം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിവാസങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാണ് നമ്മൾ. ഒരു ശത്രുവും തൊടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടരുത്. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേലുണ്ട്. സമയമാകുമ്പോൾ വെളിപ്പെടും. തകർക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതിയിലൂടെ ദൈവം കൊണ്ടുപോകട്ടെ. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കൂടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. കർത്താവെ, നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ടില്ല. അത്രമാത്രം വലുതും ശ്രേഷ്ഠവും ഉന്നതവുമായത് നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി നീ കരുതിയിരിക്കുന്നല്ലോ. നിന്റെ മക്കളെ കുറിച്ചുള്ള വിചാരങ്ങൾ എത്ര വലുതാ കർത്താവേ. ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ വലുതായതുകൊണ്ട് ഒരു ദുഷ്ടശക്തികളും ഒരു പൈശാചിക ശക്തികളും തൊടുവാൻ തളർത്തുവാൻ അനുവദിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം മക്കളെ പൊതിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി ഈ മക്കളെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എതിരെ നിൽക്കുന്ന സകല ശക്തികളും തകർന്നു പോകട്ടെ. യേശുവിൻ നാമത്തിൽ അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല. ജയം ഞങ്ങൾക്കുണ്ട്. ഈ മക്കൾക്ക് ജയം ദൈവം നൽകും. ജയം നൽകും. പരാജയപ്പെടാൻ അനുവദിക്കില്ലല്ലോ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 ദൈവിക പദ്ധതിയുള്ളവരെ തകർക്കാൻ പിശാചിന് പറ്റുകയില്ല. ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കുക, കുറച്ചു പേർക്ക് പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ great day.